ഞാൻ എൻ്റെ അന്നും ഇന്നും ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഐലൈനറാണ് ഡാസ്ലറിന്റെ ഐലൈനർ. ഞാൻ എന്നും അതായിടണേ, എപ്പോഴും അതായിടണേ. എനിക്ക് എത്ര അത് 40 രൂപയുടെ ഐലൈനറില്ലേ കൊച്ചിലെ നമ്മൾ ഉപയോഗിച്ചത്, അതെന്തോ എനിക്ക് അത് ഉപയോഗിച്ച് ഇന്ന് ഞാൻ അതിൽ നിന്ന് മാറിയിട്ടില്ല. ഡാർക്ക് സർക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പം അത് മാറാൻ വേണ്ടിട്ട് എന്താ ചെയ്യാം? ഉറങ്ങണം, നന്നായി ഉറങ്ങണം. സമയത്ത് ഞാൻ ഈ ഒരു ഇടയിൽ ഉറക്കമേ കിടയാതെ എൻ്റെ പൊന്നെ, ഇപ്പം എൻ്റെ കണ്ണിന് ചുറ്റും മറ്റേ ഇല്ല ദിഗംബരനെ പോലെ ആയി. പുളിയൊക്കെ ഉണ്ടല്ലോ, ഞാൻ പുളിയൊക്കെ പിഴിഞ്ഞ് തേച്ചിട്ടുണ്ട് മുഖത്തോ. പക്ഷെ നല്ലയാ. ജാസ്മിൻ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ആണ് വെയർ ചെയ്യാൻ ഇഷ്ടം? എനിക്കങ്ങനെ ഭയങ്കര ഓവർ എക്സ്പോസീവ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടുന്നതിന് വലിയ താല്പര്യം. എനിക്ക് താല്പര്യമില്ല, ഇടുന്നത് കുറ്റമാണെന്നും ഒന്നുമല്ല, എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ചില ആൾക്കാർക്ക് ഇപ്പം ഭയങ്കര ഗ്ലോ ആയിരിക്കും സ്കിന്നിന്, അപ്പം ഈ കൊറിയൻ സ്കിൻ കെയർ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഗ്ലോ സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈവൻ നമ്മുടെ ചോറില്ലേ ഉപ്പൊന്നും ഇടാതെ ഉള്ള ആ ചോറ് നമ്മൾ അരച്ചിട്ട് മുഖത്തിടുന്നതൊക്കെ നല്ലതാണ്. ഞാൻ ഇട്ടിട്ടുണ്ട്. ആണോ? ആൾക്കാർ അവരുടെ തിന്ന അരിയില്ല, അവർ മോന്തേ തേക്കാൻ അരി. ഓക്കെ, അടുത്തത് നമ്മുടെ ഇപ്പോൾ ഒരു ബ്യൂട്ടി വ്ളോഗറും കൂടിയാണല്ലോ, ലൈഫ് സ്റ്റൈലും പ്ലസ് ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ ജാഫറിന്റെ അടുത്ത് നിന്ന് കുറച്ച് ബ്യൂട്ടി ടിപ്സ് നമ്മൾക്ക്. ആദ്യം തന്നെ ഞാൻ ചെയ്യട്ടെ, എൻ്റെ പേഴ്സണൽ വിഷയം ഈ ഫേസിൽ ഇങ്ങനെ പിമ്പിൾസിന്റെ മാർക്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ പോകാൻ എന്താ ചെയ്യണ്ട? നാച്ചുറൽ ആയിട്ടാണോ? മറ്റേ നമ്മുടെ ഏത് ആക്ച്വലി നാച്ചുറൽ ആണോ പെട്ടെന്ന് പോകുന്നത്, അല്ലെങ്കിൽ കെമിക്കലാണ് പെട്ടെന്ന് പോവുക. പക്ഷെ നാച്ചുറൽ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കുമെങ്കിലും നല്ല റിസൾട്ട് ആയിരിക്കും. ഞാൻ പേഴ്സണലി എൻ്റെ ഫേസ് പണ്ടത്തെ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ ഭയങ്കര ടാൻ അടിച്ച് അങ്ങനെ ഇങ്ങനെ കിട്ടുന്ന ഒരാളാണ്. ഞാൻ അതിൽ നിന്ന് കുറേ ഇതായത് നാച്ചുറൽ റെമഡീസ് യൂസ് ചെയ്തിട്ടാണ് കുറേ ആയത്. കാരണം പണ്ടെന്നൊക്കെ പറഞ്ഞാൽ 10 പൈസ വീട്ടിൽ നിന്ന് തരത്തില്ല, പൈസ ഭയങ്കര ഓൾറെഡി വീട്ടിൽ പൈസ ഇല്ല, അപ്പൊ നമുക്ക് അങ്ങനെ പൈസ എടുത്തില്ല. അപ്പൊ നമ്മളിരുന്ന് ഞാനൊക്കെ മറ്റേ ഉണ്ണി ചേച്ചിയുടെയൊക്കെ ഉണ്ടല്ലോ, ചേച്ചിയുടേത് അങ്ങനെ കുറേ ആൾക്കാരുടെ ഇങ്ങനെ വീഡിയോ കണ്ട് അവരുടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻസ്പയർ ആയി വല്ലതൊക്കെ ചെയ്ത് നോക്കണത്. അപ്പൊ ഞാൻ കൂടുതൽ നാച്ചുറൽ റെമഡീസ് ഒക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ പിമ്പിൾ മാർക്സ് പോവാൻ എനിക്ക് പിമ്പിൾസ് ഇല്ലായിരുന്നു. നിന്റെ പിമ്പിൾസ് അല്ലേ? പിമ്പിൾസ് നമ്മുടെ രക്തചന്ദനം ഉണ്ടല്ലോ, അത് നല്ല പിമ്പിൾ എന്നല്ല, മുഖത്തുള്ള ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് രക്തചന്ദനം. നല്ലയാ. ഓക്കെ, താരം പോവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉലുവ, തൈര് ഒക്കെ നല്ലതാണ് താരം പോകാൻ വേണ്ടിയിട്ട്. അതേപോലെ മുടി വളരാൻ വേണ്ടിയിട്ട് ഉള്ളിനീര് മുടി വളരാനും നല്ലതാണ്, ഹെയർ ഫോൾ തടയാനും നല്ലതാണ്, താരം പോകാനും നല്ലതാണ് ഉള്ളിനീര്. ഓക്കെ, ഈ വൈറ്റമിൻ സി സെറം ഉണ്ടല്ലോ, അത് എല്ലാ ആൾക്കാർക്കും ശരിക്കും അലർജിക്കാണോ? ഇല്ല, കുറെ പേർക്ക് നല്ലതാണല്ലോ. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് വൈറ്റമിൻ സി. അപ്പൊ എനിക്ക് പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് അങ്ങനെ സ്കിന്നിൽ വലിയ പ്രോബ്ലംസ് വരുന്ന ഒരാളല്ല. എൻ്റെ സ്കിന്നിൽ ആകെ വരുന്ന ഒരു പ്രശ്നമാണ് ഡാർക്ക് സർക്കിൾസ്. അതെൻ്റെ കയ്യിൽ കൊണ്ടുവരുന്നതാണ് ഉറങ്ങാത്തതുകൊണ്ട്. അതല്ലാതെ വലിയ സീനില്ല. അപ്പൊ എനിക്ക് ഉപയോഗിച്ചിട്ട് വിറ്റമിൻ സി ഒന്നും തോന്നിയിട്ടില്ല. നല്ല സാധനമാണ്. എല്ലാവർക്കും അങ്ങനെയാണെന്നല്ല കേട്ടോ, പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ട്രൈ ചെയ്താൽ മതി. ഈ നമ്മളിപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ചിലപ്പോൾ മഴ പെയ്താലോ വെള്ളം തൊട്ടാലൊക്കെ പോകുന്നൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൽ ഈ വാട്ടർ പ്രൂഫ് ഐലൈനേഴ്സിലും വാട്ടർ പ്രൂഫ് ലിപ്സ്റ്റിക്സിലൊക്കെ ഏതാ ബെസ്റ്റ്? ഞാൻ വാട്ടർ പ്രൂഫ് ഐലൈനർ, ഞാൻ എൻ്റെ അന്നും ഇന്നും ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഐലൈനറാണ് ഡാസ്ലറിന്റെ ഐലൈനർ. എനിക്കറിയില്ല, കുറേ വാട്ടർ പ്രൂഫ് ഐലൈനർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മെബിലിൻ്റെ ഉണ്ട്, മെബിലിൻ്റെ ഒക്കെ നല്ലതാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അന്നും ഇന്നും എനിക്ക് കംഫർട്ട് ഡാസ്ലറിന്റെ ഐലൈനർ. ഞാൻ എന്നും അതായിടണേ, എപ്പോഴും അതായിടണേ. എനിക്ക് എത്ര അത് 40 രൂപയുടെ ഐലൈനറില്ലേ കൊച്ചിലെ നമ്മൾ ഉപയോഗിച്ചത്, അതെന്തോ എനിക്ക് അത് ഉപയോഗിച്ച് ഇന്ന് ഞാൻ അതിൽ നിന്ന് മാറിയിട്ടില്ല. ഞാൻ എല്ലാം മാറിയിട്ടുണ്ട്, ലിപ്സ്റ്റിക്ക് മാറിയിട്ടുണ്ട്, ബ്ലഷ് മാറിയിട്ടുണ്ട്, അതെല്ലാം പലതും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് ഡാസ്ലറിന്റെ പക്ഷെ അത് പെട്ടെന്ന് പോവും, മുഖം കഴിയാൻ അപ്പം പോവും. ഉപയോഗിച്ചിട്ടുണ്ടോ? പക്ഷെ എന്തോ എനിക്ക് അത് വെള്ളനോട്ടപ്പം പക്ഷെ എനിക്ക് അതാണ് ഭയങ്കര ഇഷ്ടം. ഡാർക്ക് സർക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പം അത് മാറാൻ വേണ്ടിട്ട് എന്താ ചെയ്യാം? ഉറങ്ങണം, നന്നായി ഉറങ്ങണം. പിന്നെ ഞാനിപ്പോൾ ചെയ്തൊരു സാധനമാണ്. എനിക്ക് ഭയങ്കര ഒരു സമയത്ത് ഞാൻ ഈ ഒരു ഇടയിൽ ഉറക്കമേ കിടയാതെ എൻ്റെ പൊന്നെ ഇരുന്നിരുന്ന് ഉറക്കം വളരെ കുറവായിരുന്നു. അപ്പൊ എൻ്റെ കണ്ണിന് ചുറ്റും മറ്റേ ഇല്ല ദിഗംബരനെ പോലെ ആയി. ഞാൻ മറ്റേ കുക്കുംബറിന്റെ നീരും പൊട്ടറ്റോയുടെ നീരും കൂടെ രണ്ടും കൂടെ മിക്സിയിലിട്ടടിക്കും. അപ്പൊ നീരാവുമല്ലോ, കുറച്ച് നല്ലൊരു കട്ടി ഇതായിട്ടിരിക്കും. നല്ല ക്രഷ് ആക്കുമ്പോൾ നല്ലോണം ഇരിക്കും. അത് ഞാൻ മറ്റേ റൗണ്ട് ഇരിക്കുന്ന കോട്ടൺ പാഡ് അതിനകത്ത് കുറച്ച് നേരം ഡിപ്പ് ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കണ്ണിൽ വെക്കും. നല്ല റിസൾട്ടാണ്. മാറാൻ നല്ലോണം, കുറച്ച് ഒറ്റയടിക്ക് മാറുമെന്ന് ഞാൻ പറയില്ല, പക്ഷെ നല്ല റിസൾട്ട്. നമ്മൾ പാച്ചൊക്കെ വാങ്ങിക്കില്ലേ, ഐ പാച്ചൊക്കെ വാങ്ങിച്ച് വെക്കൂലേ, അതിനെക്കാളും നല്ല റിസൾട്ടാണ്.
ഓക്കെ. ചില ആൾക്കാർ ഫേസിൽ ഇപ്പം ഫേസ് റേസേഴ്സ് യൂസ് ചെയ്യില്ലേ? റേസർ. ചില ആൾക്കാർ ഇവിടെ വാക്സ് ചെയ്യില്ല. അപ്പൊ അതിൽ ബെറ്റർ ഏതാ ശരിക്കും? എടാ എനിക്ക് വാക്സ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. കാരണം എന്ന് പറഞ്ഞാൽ വാക്സ് ചെയ്താൽ ഉറപ്പായി നമ്മൾ കയ്യിലും കാലും തന്നെ വാക്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്, ഫുള്ള് പോവും, പെട്ടെന്ന് വളരില്ല. അതാണ് നമ്മുടെ ആവശ്യം. പക്ഷെ റെഡ്നെസ് വരാം, ഇച്ചിങ് വരാം, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരാം. അപ്പൊ എനിക്ക് വാക്സ് പൊതുവെ അത്ര ഇഷ്ടം. പുറത്തിന് മുടിഞ്ഞ പെയിനും. അതുകൊണ്ട് എനിക്ക് ഞാൻ വാക്സ് ചെയ്തിട്ടില്ല. ഒരു വട്ടം ഞാൻ വാക്സ് ചെയ്തു. അത് ഞാൻ നമ്മൾ ഈ ഹോം റെമഡി നോക്കി വാക്സ് ചെയ്യില്ലേ, പഞ്ചാര നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് തേച്ച് അന്ന് നിർത്തി. ഞാൻ ഭയങ്കര സീനായിരുന്നു. അത് താല്പര്യമില്ല. റേസർ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. കുറച്ച് പേര് പറയാറുണ്ട് റേസർ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഇരട്ടിക്ക് കിളിക്കും എന്നുള്ളത്. അത് വാക്സിൻ യൂസ് ചെയ്യുമ്പോഴും കിളിക്കില്ലേ? എനിക്കും അറിയില്ല. എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് എനിക്കുള്ള ഹെയർ ഗ്രോത്ത് തന്നെ പിന്നെ എനിക്കൊന്നും എൻ്റെ ഒരു ഡിഗ്രി സമയം തൊട്ട് ഫേഷ്യൽ റേസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ടോ? എനിക്ക് തോന്നുമ്പോൾ എനിക്ക് തോന്നും ഓക്കെ എനിക്ക് വണ്ണം വെച്ചു എന്നുള്ള സാധനം എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഇത് നമുക്ക് ചില ഡ്രസ്സുകൾ ഇടുമ്പോൾ അയ്യോ എനിക്ക് ഡ്രസ്സ് ഭംഗിയില്ലല്ലോ അങ്ങനെ തോന്നുമ്പോൾ മാത്രം ഓക്കെ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ഇതാവണോ എന്ന് തോന്നുമ്പോൾ ഞാൻ ചെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെ നല്ലോണം തിന്നെ ചെയ്യും. അപ്പൊ ഇരട്ടിക്ക് വരും. എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ വണ്ണം കുറയ്ക്കാൻ? അയ്യോ ഡയറ്റ് ചെയ്യണം, എക്സസൈസ് ചെയ്യണം, എനിക്ക് അതേ അറിയുള്ളൂ. വേറൊന്നും ഞാൻ അങ്ങനെ. ചില ആൾക്കാരുടെ ലിപ്പ് ഭയങ്കര ഡാർക്ക് ആയിരിക്കും. ചിലർ പറയും ലിപ്സ്റ്റിക് യൂസ് ചെയ്ത് ഡാർക്ക് ആവും, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ ആ ഒരു പിഗ്മെന്റേഷൻ പോകാൻ എന്താ ചെയ്യേണ്ടത്? ലിപ്സ്റ്റിക് യൂസ് ചെയ്താൽ ലിക്വിഡ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പിഗ്മെന്റഡ് ആവും. മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ലിക്വിഡാണ് യൂസ് ചെയ്യുന്നെങ്കിൽ ഭയങ്കര ഓവർ മാറ്റ് ആയിട്ടുള്ളതൊക്കെ ഉണ്ടല്ലോ, അത് കുറച്ച് കുറയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതാ പോയി അലങ്കാര പണികളിൽ വീഴുന്നു. ഞാൻ അത്ര നേരം അത് നോക്കിയിരുന്നുണ്ടെന്നുള്ള വീണ്. പിന്നെന്താ എനിക്ക് വയ്യുന്നു. പിന്നെന്താ നമ്മളത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ ലിപ്പ് സ്ക്രബ് ചെയ്ത് കൊടുക്കാറുണ്ട്, ലിപ് ബാം യൂസ് ചെയ്യാറുണ്ട്, ലിപ് മാസ്ക് യൂസ് ചെയ്യാറുണ്ട്, ഹോം റെമഡീസ് ആയിട്ടുള്ള സാധനം യൂസ് ചെയ്യാറുണ്ട്, തക്കാളി പഞ്ചാരയിൽ മുക്കി സ്ക്രബ് ചെയ്യാറുണ്ട്, വലിച്ചു പറിക്കാറില്ല, സാധാ സ്ക്രബ് ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനത്തെ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നത്? ലിക്വിഡ് ആണോ അല്ലെങ്കിൽ? ലിക്വിഡ്. എനിക്ക് അങ്ങനെ ഓവർ പിഗ്മെന്റഡ് അല്ല. ഓവർ പിഗ്മെന്റ് ചിലപ്പോൾ ലിപ്പ് കെയർ ചെയ്യുന്നോണ്ടായിരിക്കും എനിക്ക് അങ്ങനെ വലിയ പിഗ്മെന്റേഷൻ വരാത്തത്. എന്നാലും ഉണ്ട്, ആരും തരക്കേടില്ലാത്ത കുറ്റം പറയാത്ത രീതിയിലുള്ളതുണ്ട്. ഓക്കെ. പിമ്പിൾസ് തടയാനുള്ള ഒരു റെമഡി? പിമ്പിൾസ് തടയാനുള്ള റെമഡിയോ? പിമ്പിൾസ് എനിക്ക് ഭയങ്കര ഓയിലി സ്കിന്നുള്ളവർക്കാണെന്ന് തോന്നുന്നു ഒരുപാട് പിമ്പിൾസ് വരുന്നത്. അപ്പം നമ്മൾ ഫേസ് എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളൊരു സാധനമാണ്. ചിലരുണ്ട് മേക്കപ്പ് ഇട്ട് ആ പാടെ പോയി കിടന്ന് കുറയും. അങ്ങനെ ചെയ്യരുത്. നമ്മുടെ മേക്കപ്പ് ഫുള്ള് റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്ന് നല്ല ഫ്രഷ് ആക്കി വെച്ചിട്ടേ നമ്മൾ ഉറങ്ങാൻ പാടുള്ളൂ. അപ്പോൾ ഒരു ഓയിലി പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. ആക്ച്വലി എൻ്റെ ഭയങ്കര ഓയിലി സ്കിന്നാണ്. എത്ര കട്ടിക്ക് മേക്കപ്പ് ചെയ്താലും കുറെ കഴിയുമ്പോഴേക്കും അത് ഓയിലിയാവും. എൻ്റെ ഈ ഒരു ഏരിയ ഓയിലിയാണ്. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു ഏരിയ ഓയിലിയാണ്. ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല. മാക്സിമം നോക്കാറുണ്ട്, സ്കിന്ന് കെയർ ചെയ്യാറുണ്ട്. പിന്നെ അങ്ങ് പോകും. ഓക്കെ. നമ്മളിപ്പം സ്ട്രെച്ച് മാർക്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറ്റാൻ എന്തെങ്കിലും? ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്ട്രെച്ച് മാർക്കൊക്കെ നല്ല രീതിയിലുണ്ടെങ്കിൽ നമ്മളത് നമുക്കൊന്നും ക്രീം ഇട്ടോ അങ്ങനെ ഇട്ടോ ഇങ്ങനെ ഇട്ടോ ഒന്നും സ്ട്രെച്ച് മാർക്ക് അങ്ങനെ മൊത്തത്തിൽ പോവില്ല. അത് തോന്നില്ല. അത് സ്ട്രെച്ച് മാർക്കും പോയില്ല, നമ്മുടെ മുഖത്ത് കുഴികൾ ഉണ്ടാവില്ലേ, അതും പോയില്ല. അല്ലേ? പക്ഷെ ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു. അതൊക്കെ ഇല്ലില്ല, അതൊക്കെ നമ്മൾ കോസ്മെറ്റിക്സിന്റെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ കാണിച്ച് അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു മറ്റേ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ പോവുള്ളൂ. അല്ലാതെ ക്രീം ഒന്നും യൂസ് ചെയ്താൽ കുഴികൾ പോകാനുള്ള ചാൻസ് ഒക്കെ കുറവാണ്, വളരെ കുറവാണ്. ചില ആൾക്കാർക്ക് ഇപ്പം ഭയങ്കര ഗ്ലോ ആയിരിക്കും സ്കിന്നിന്. അപ്പം ഈ കൊറിയൻ സ്കിൻ കെയർ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഗ്ലോ സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്തൊക്കെയാണ്? കൊറിയൻ സ്കിന്നുകാരുടെ അവരുടെ ഏറ്റവും വലിയൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ റൈസ് വാട്ടർ. റൈസ് ആ ഒരു സാധനം നല്ലതാണ് ഗ്ലോ കിട്ടാൻ, നല്ല സാധനമാണ്. അത് ട്രൈ ചെയ്ത് നോക്കിയോ? അതെങ്ങനെയാ റൈസ് വാട്ടർ ഉണ്ടല്ലോ, സാധാരണ നമ്മുടെ ചോറില്ലേ, ഉപ്പൊന്നും ഇടാതെ ഉള്ള ആ ചോറ് നമ്മൾ അരച്ചിട്ട് മുഖത്തിടുന്നതൊക്കെ നല്ലതാണ്. ഞാൻ ഇട്ടിട്ടുണ്ട്. ആണോ? ആൾക്കാർ അവരുടെ തിന്നാൻ അരിയില്ല, അവർക്ക് മോന്തേ തേക്കാൻ അരി. സത്യം കമന്റ് വരൂ. ഓക്കെ. ഹെയർ ഫോൾ മാറാൻ വേണ്ടിട്ട് ഹെയർ ഫോൾസ് ഞാൻ പറഞ്ഞില്ല, ഉള്ളി നല്ലതാണ്. ഓക്കെ. ജാസ്മിന്റെ ഒരു സ്കിൻ കെയർ റൊട്ടീൻ ഒക്കെ എങ്ങനെയാ? മോർണിംഗ് സ്കിൻ കെയർ ഒക്കെ ഞാൻ അങ്ങനെ
എന്നും സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് മൂഡ് വരുന്നതിനനുസരിച്ച് ചിലപ്പോൾ എൻ്റെ സ്കിന്ന് ഭയങ്കര ഡള്ളായെന്ന് തോന്നിയാൽ ഞാൻ പിന്നെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും, അയ്യോ എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡള്ളായി പോയല്ലോ. കാരണം നമ്മൾ ഈ ഫീൽഡിലൂടെ അല്ലേ, അയ്യോ ഡള്ളായി പോയല്ലോ വിചാരിക്കും. ചിലപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതിലൊക്കെ ഇരിക്കുവാണെങ്കിൽ ഞാൻ തിരിഞ്ഞു പോലും നോക്കാറില്ല. നോക്കാനുള്ള മൈൻഡ് നമുക്ക് കാണത്തില്ല. ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ചെയ്യില്ല, അങ്ങനെയൊക്കെയാണ്. ചെയ്യുവാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോ എവിടെയെങ്കിലും ഒന്ന് ബ്രേക്ക് ആയി പോകണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. പിന്നെ പഴയതുപോലെ ആവണമെങ്കിൽ എനിക്ക് തോന്നണം കുളമായി ഇനി തുടങ്ങാൻ എന്നാലും എന്തൊക്കെയായിരിക്കും ചെയ്യുന്ന സമയത്ത് എന്താ, രാവിലെ എനിക്കും ഫേസ് വാഷ് ചെയ്യും, എന്തെങ്കിലും സെറോ ഉണ്ടെങ്കിൽ സെറോ ഇടും, മോയ്സ്ചറൈസർ ഇടും, എന്താ പിന്നെ നമ്മുടെ ഹോം റെമഡീസ് ആയിട്ടുള്ള എന്തെങ്കിലും മാസ്കുകൾ കാര്യങ്ങളിടും. അല്ലാത്ത മാസ്ക് ആണ് ഇപ്പം അത് ഹോം റെമഡി ചെയ്യാനുള്ള സമയം എനിക്കില്ല എന്നുണ്ടെങ്കിൽ അല്ലാത്ത മാസ്ക് എന്താണെന്ന് വെച്ചാൽ അതിടും. പിന്നെ കുളിക്കും വല്ലപ്പോഴൊക്കെ. പിന്നെ എത്ര ദിവസം കൂടുമ്പോഴാണ് കുളിക്കുന്നത്? പറയാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ കുളിക്കാതെ എത്ര ദിവസം ഇരുന്നിട്ടുണ്ട്? പനിയൊക്കെ പിടിക്കുമ്പോൾ ഇരുന്നിട്ടുണ്ട്, 3-4 ദിവസമൊക്കെ ഇരുന്നിട്ടുണ്ട്. ആൾക്കാർ പുട്ടിയടിച്ച് വന്നിരിക്കുമോ, കുളിക്കത്തോലില്ലെന്നറിയും. ഇപ്പൊ കുറെ ബ്യൂട്ടി ടിപ്സ് ഒക്കെ ഇപ്പൊ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ ജാസ്മിൻ എവിടെന്നാ കിട്ടുന്നത്? എനിക്ക് എവിടുന്ന കിട്ടുന്നതെന്നോ, ആൾക്കാരുടെ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ചില സാധനങ്ങളൊക്കെ ഉണ്ട്, ആൾക്കാർ ഇപ്പൊ വിചാരിക്കും ഇതൊക്കെ പുളിയൊക്കെ ഉണ്ടല്ലോ, ഞാൻ പുളിയൊക്കെ പിഴിഞ്ഞ് തേച്ചിട്ടുണ്ട് മുഖത്തോ. പക്ഷെ നല്ലയാ. ഇനി എന്തെങ്കിലും അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ പണ്ട് ചെയ്തിട്ടുള്ള ചേട്ടാ, അത് എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞുതരാം. നമ്മുടെ കൊലുസൊക്കെ കറക്കാൻ നേരത്ത് പുളി പിഴിഞ്ഞ് അതിനകത്തിട്ട കൊലുസ് വെളുക്കുന്നേക്കാം, കൊലുസിനകത്തൊരു കറുപ്പ് വരാം. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇത് മുഖത്ത് ടാൻ അടിക്കുമ്പോൾ ട്രൈ നോക്കിക്കൂടാ. അങ്ങനെ ഞാൻ പുളി പിഴിഞ്ഞിട്ട് മാവിനകത്ത് പുളി പിഴിഞ്ഞതിന്റെ നീര് ഒഴിച്ചിട്ട് ഞാൻ മുഖത്തിട്ട് നോക്കിയിട്ടുണ്ട്. നല്ലതായിരുന്നു. പണ്ട് ചെയ്തിട്ടുള്ള കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോഴൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ നമ്മൾ ചിലതൊക്കെ നമുക്ക് ഇത് ചെയ്ത് നോക്കും. കുറേയൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. നല്ല പരാജയം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റം പരാജയം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും കാപ്പിപ്പൊടിയും കൂടെ കലക്കി തേച്ച് എണ്ണയല്ലേ മുളെ മുഖത്തുനിന്ന് പോയില്ല. എന്നിട്ട് കാപ്പിപ്പൊടി കളറേ മുഖം വരുന്നു. എന്തൊരു ഫേസ് വാഷ് ചെയ്തിട്ടാവും. അങ്ങനെ കുറെയൊക്കെ അങ്ങനെ. പിന്നെ കുറെയൊക്കെ നമ്മൾ കുറെ നോക്കുമല്ലോ, ഇതൊക്കെ ഉപയോഗിച്ചാൽ എന്തൊക്കെ ഇതുണ്ട്. നമ്മള് പൊട്ടറ്റോടെ തന്നെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കാം എന്തൊക്കെ യൂസ് ആണ്, സ്കിന്നിന് എന്തൊക്കെ നല്ലതാണ്. അപ്പൊ നമുക്ക് തോന്നുമല്ലോ, അങ്ങനെയൊക്കെ എടുക്കാറുണ്ട്. ജാസ്മിൻ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ആണ് വെയർ ചെയ്യാൻ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, നല്ല ഇടും. ഇപ്പൊ പണ്ട് എനിക്കൊരു എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഭയങ്കര ഞാൻ അങ്ങനെ പറയുന്നതല്ല, എനിക്കങ്ങനെ ഭയങ്കര ഓവർ എക്സ്പോസീവ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടുന്നതിൽ വലിയ താല്പര്യം. എനിക്ക് താല്പര്യമില്ല, ഇടുന്നത് കുറ്റമാണെന്നും ഒന്നുമല്ല, എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഇങ്ങനത്തെയൊക്കെ ഇടും. ജീൻസ് ഇടും, ടോപ്പ് ഇടും, ചുരിദാർ ഇടും, അബായ ഇടും, അങ്ങനെയൊക്കെ ഇടും. എനിക്ക് എന്താണ് ഇഷ്ടം തോന്നുന്നത് ഇടും. എനിക്ക് കംഫർട്ടാണെന്ന് തോന്നുന്നത് ഇടും. നാളെ എനിക്ക് കംഫർട്ടാണെന്ന് തോന്നിയാൽ ഞാൻ അതും ഇടും. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഞാൻ പറയല്ലേ, ഇപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ പ്രിഫറൻസ് മാറിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ 2 വർഷം മുമ്പ് മസ്താനി ചെയ്ത കാര്യങ്ങളല്ല 2 വർഷം കഴിഞ്ഞ് മസ്താനി ചെയ്യുന്നത്. 2 വർഷം മുമ്പ് മസ്താനി കേട്ട പാട്ടുകളായിരിക്കില്ല 2 വർഷം കഴിഞ്ഞ് മസ്താനി കേൾക്കുന്ന പാട്ടുകൾ. ഭയങ്കര ഡിഫറൻസ് ആണ്. ചിലപ്പോൾ ഒട്ടും കണ്ണിന് നേർക്ക് കണ്ടുകൂടാത്ത സാധനങ്ങളൊക്കെ ഇപ്പൊ ചിലപ്പോൾ മസ്താനിക്ക് ഇഷ്ടമായിരിക്കും. അല്ലേ, പ്രിഫറൻസ് അല്ലേ? പ്ലീസ് പറഞ്ഞൊപ്പിച്ചിട്ടുണ്ട്. അതാ പറയാനുള്ളത് മുമ്പേ പറഞ്ഞപ്പോൾ കഴിഞ്ഞല്ലോ.